ആ ചായ. അതെ, അതായത് കടി. ഡോ തനിക്കിത് രണ്ടും ഒരുമിച്ച് അടങ്ങിക്കൂടെ? അതിലൊരു ത്രില്ലില്ലടാ. ഞാനിതിപ്പോ ചേട്ടന് ഈ മാതിരി പണി പിടിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ജീവിത പ്രശ്ന വേറെ ആരും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ. അത് മാത്രല്ല, ക്യാഷ് ഒരു പ്രശ്നമല്ല. പരിപാടി കളറായ അടുത്ത മാസം ഫുള്ള് സെറ്റാണ്. പക്ഷേ കാര്യം ഇന്ന് തന്നെ നടക്കണം. റെഡിയല്ലേ? കാശ് കൊടുത്തോ? അല്ലെങ്കിൽ സുരേഷിന് ഹോസ്റ്റലിൽ നിന്ന് ശീലമില്ല. ഞാൻ കാശ് കൊടുക്കില്ല എന്നുള്ളത്. ഹലോ ഹലോ, നീ എവിടാ? വീട്ടില്. നീ എമർജൻസി ആയിട്ട് ഇപ്പോൾ എവിടത്തിനാ വിളിക്കുന്നേ? എന്താ കാര്യം? വാടാ, വന്നിട്ട് പറയാം. അതെ, വരുമ്പോൾ ഓമിനി എടുത്തോ. പിന്നെ ടൂൾസ് ഇല്ലേ? ഓ, പിന്നെ ലാട്ടെടുത്ത് വേഗം വന്നോളൂ. ഓക്കെ ബൈ. ആ ശരി. പരിപാടിയൊക്കെ സെറ്റായിട്ട് വേണം ഇതുപോലെ 4-5 ലോറി വാങ്ങിയിടാൻ. കൊല്ലത് ബ്രേക്ക് കിട്ടണില്ല. ബ്രേക്ക്. എന്നാ എന്തിട്ടത്? എമർജൻസി. നീല എമർജൻസി ആയിട്ട് വരാൻ പറഞ്ഞേ. തൊപ്പിക്കാൻ കുറേ കഷ്ടപ്പെട്ടു ഞാൻ. എൻ്റെ വീട്ടിൽ തന്നെ ബാറ്ററി ഇല്ല. അവസാനം നമ്മുടെ പട്ടിക്കാട് നമ്മുടെ ചുട്ടൻ്റെ വീട്ടിൽ സാധനം കിട്ടിയേ. ഓ, ഇവനെ കൊണ്ടൊക്കെ പണിക്ക് പോണ്. നീ വണ്ടി എടുത്തേ. എന്താ പെട്രോൾ തീർന്നു തോന്നണേ. പെട്രോൾ ഉണ്ടായിരുന്നില്ലേ? പട്ടിക്കാട് വരെ എമർജൻസിക്ക് എടുക്കാൻ ഓടിച്ചില്ലേ. നീ ഇറങ്ങിത്തള്ളടാ തള്ളു മോരെ മോട്ടകള്. അയ്യോ, എനിക്ക് മേലാട്ടോ. എൻ്റെ ഈശ്വര. പെട്ടെന്ന് വരാം. ഒന്ന് വേഗം വാടാ. ആഹാ, ഇപ്പം കാണിച്ചു തരാം ഞാൻ. സുരേഷ, അമ്പൂരിക്ക് പെട്ടോടിക്കാൻ പറ്റില്ലെന്ന് അവർ പറയണേ. പമ്പ് കത്തിച്ചല്ലോ. വീടുന്നു എന്നാ അടിക്ക്. ഇത് കൊടുത്താൽ അടിക്കാൻ പറ്റുമോ? ഓ, അതിൽ കാശുണ്ടാ. ആ, ഇത് കൊടുത്താൽ അടിക്കാമല്ലേ? പേഴ്സായി നന്നായി. ഇതിന് പോലെ ലൈറ്റർ ആയിരുന്നെങ്കിൽ പമ്പ് കത്തിച്ചാണ് ഞാൻ. ആ, ഹലോ, പെട്ടെന്ന് തറവാട്ടിലേക്ക് വാ. എന്താ കാര്യം? പൊന്നുവാവ് വരുന്നുണ്ട്. എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എനിക്ക് ചെറിയൊരു പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. വൈകണ്ട, അണ്ണനെ അറിയാലോ. ഇല്ല വരാം ശരി. സുമോ, വേഗം ഓടിക്കടാ. എടാ, ഇത് തന്നെയല്ലേ സ്ഥലം? ലൊക്കേഷൻ ഇതാ. പക്ഷെ കാണാനില്ലോ. ദാ
എന്നാലും നമ്മുടെ സ്റ്റാൻഡേർഡിന് പറ്റിയ പരിപാടിയാണിത്. അയ്യേ സ്റ്റാൻഡേർഡ്. ഈ കണ്ടത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ പോണ പിള്ളേർക്ക് വേണ്ടി റേഷൻ കടയിൽ പോകണല്ലോ നിന്റെ പണി. എന്നിട്ട് അതിനെ എണ്ണി പൈസ ഓടിക്കും ചെയ്യും. അതുപോലെയാണിത് സംഭവം. പെണ്ണ് കേസാ. സുമോ നീ പ്രൊഫഷണലാവടാ, സെക്സിസ്റ്റ് ആവല്ലേ? ഓ അവന് നാണം വന്ന്. എടാ വിദ്യാഭ്യാസം വേണ്ട, നമ്മുടെ മനസാക്ഷിക്ക് ഓക്കെ ആയിട്ടുള്ള എന്ത് നമ്മൾ പിടിക്കും. അത് പാണായാലും വെണ്ണായാലും. പിന്നെ ഒരു പെൺകുട്ടീനെ തട്ടിക്കൊണ്ട് പോണതല്ലേ മനസാക്ഷിക്ക് നിരക്കണത്. എടാ ഒരു പയ്യൻ്റെ പ്രണയത്തിൻ്റെ കാര്യമല്ലേ, എൻ്റെ കാര്യം നിനക്കറിയാലോ. അല്ലടത് പിന്നെ ഞാൻ മോശമായി. ഡാ അവള് വന്നു. അല്ല ഇതന്നെയല്ലേ ആ ഫോട്ടോയിൽ കണ്ട പെണ്ണ്? ആ തന്നെ. ഡാ അതാണ് പെണ്ണ്. ആണോ പെണ്ണോ? വണ്ടി എടുക്ക വണ്ടി എടുക്ക വണ്ടി എടുക്കണോ? ഞാൻ ആള് മുന്നിൽ പോയിട്ട് ചവിട്ടി എടുക്കണം. ഫ്രണ്ടിലല്ലേ? നീ എടുക്ക് വണ്ടി എടുക്ക് വണ്ടി എടുക്ക്. സുമോ കുറെ കാലായി വളയം പിടിക്കാൻ വേണ്ടിട്ട്. കറക്റ്റ് മുന്നിൽ ചവിട്ടി 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 ഓടിക്കാൻ പോണം. ചവിട്ടി നീ എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്കി കൊണ്ടുപോകണം. അമ്മേ സുമോ സുരേ വരണ്ട സുമോ വരണ്ടോ കരോട്ടക്കാരടാ വരണ്ട വരണ്ടടാ വരണ്ടടാ. അയ്യോ നിന്ന് മെഴുകാണ്ട് പോടാ പോടാ. ഫ്രാങ്ക 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 യൂട്യൂബ് വീഡിയോ ക്യാമറ മൊന്തേൻ്റെ ഉള്ളില് ഡിലീറ്റ് ചെയ്യാം ജസ്റ്റ് ഫോർ ഫൺ. അവൻ്റെ പ്രായത്തിനെങ്കിലും ആലോചിച്ചിട്ട് പ്ലീസ്. അവനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പ്ലീസ്. വെറുതെ വിട്. കൂൾ കൂൾ പൊക്കോ പൊക്കോ. ഏയ് നോ ഇനി ആവർത്തിക്കില്ല പ്ലീസ്. പോടാ. നിനക്കറിയില്ലടാ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. എടുത്തെടുത്ത് ഓഫ് ചെയ്യടാ. ഹലോ അല്ലായി നീ അവളുടെ ലൊക്കേഷൻ അയച്ചു തന്നു. അവളെ ലൊക്കേഷനിലേക്ക് എന്തിനു വരണം പറഞ്ഞ മഹാഭാവി. ആ ഈ കൊട്ടേഷൻ ക്യാൻസിൽ. പൈസ ഈ ഹോസ്പിറ്റലിലേക്ക് വരെ വെച്ചിരിക്കണു. അണ്ണലട വെച്ചിട്ട് പോണം വണ്ടി. ഇതെന്തടത്? ഓ മൂക്കിന്ന് മാറ്റി ശ്വാസം കിട്ടിയില്ലെങ്കിൽ ചാവും. നീ ഒന്ന് വണ്ടി എടുക്കോ തറവാട്ടിലേക്ക്. പ്രമോഷനല്ല പൊന്നുവാവരുണ്ട്. ഞാൻ ഇമോഷണലായി. എൻ്റെ വണ്ടി ഇമോഷണലായി. കൊള്ളാം നിന്റെ വണ്ടി കൊള്ളാം.